بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ശുക്രിൻ്റെ ആകെ ചുരുക്കം പറഞ്ഞായിരുന്നു. ശുക്ർ ഒരടിമയിൽ നിന്നുണ്ടാകുന്ന ശുക്ർ എന്താണ്? ഉപകാരം ചെയ്യുന്ന രക്ഷിതാവിൽ നിന്നും അകൽച്ച ഉണ്ടാകുന്നതിനെ തൊട്ട് തടയുന്ന ഒരു തഅലീം മനസ്സിൽ. ഇവനെനിക്ക് നന്ദി ചെയ്ത അനുഗ്രഹം ചെയ്ത അള്ളാഹു ആണ്, ഞാൻ അവനോട് എതിര് ചെയ്യാൻ പാടില്ല, ഒരു തഅലീം. അതാണ് ശുക്രിൻ്റെ ആകെ ചുരുക്കം. അത് മനസ്സിലുണ്ടാവണം, എപ്പോഴും മനസ്സിലുണ്ടാവണം. ഷാക്കിറിൻ്റെ അവസ്ഥ, നല്ല അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം, നന്ദി കെട്ടവന്റെ മോശമായ അവസ്ഥയെക്കുറിച്ചും ചിന്തിക്കണം എന്ന് പറഞ്ഞു വെച്ചു. ഖുൽതു, ഞാൻ പറയാം, ഇന്ന അഖല്ലമാ യസ്തൗജിബുൽ മുൻഇമു ബിനിഅമതിഹി. ഇന്ന അഖല്ലമാ, ഒന്നിലേറ്റവും കുറഞ്ഞത്. എങ്ങനത്തൊന്ന്? യസ്തൗജിബുൽ മുൻഇമു, മുൻഇമായ അള്ളാഹു അതിനെ നിർബന്ധമാക്കും. ബിനിഅമതിഹി, അവന്റെ നിഅമത്ത് കൊണ്ട്, അവൻ നമുക്ക് നൽകുന്ന നിഅമത്ത് കൊണ്ട് നമ്മുടെ മേൽ അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് അല്ലാ യുതവസ്സല ബിഹാ, ആ നിഅമത്ത് കൊണ്ട് അവൻ ആ നിഅമത്ത് കൊണ്ട് എത്തിച്ചേരപ്പെടാതിരിക്കലാണ് ഇലാ മഅസിയത്തിൻ, പാപത്തിലേക്ക്. ചെയ്യുന്ന നിഅമത്ത്, അള്ളാഹു നൽകിയ നിഅമത്ത് കൊണ്ട് പാപം ചെയ്യരുത്. അള്ളാഹു നൽകുന്ന സമ്പത്താവുന്ന നിഅമത്ത് കൊണ്ട് പാപത്തിലേക്ക് പോകരുത്. അള്ളാഹു നൽകുന്ന ആരോഗ്യമാകുന്ന നിഅമത്ത് കൊണ്ട് പാപത്തിലേക്ക് പോകരുത്. വമാ അഖ്ബഹ ഹാല മൻ ജഅല നിഅമത്തൽ മുൻഇമി സിലാഹൻ അലാ ഇസ്യാനിഹി. വമാ അഖ്ബഹ ഹാല മൻ, ഒരാളുടെ അവസ്ഥ എത്ര മോശമാണ്. ജഅല, അവനാക്കി, നിഅമത്തൽ മുൻഇമി, മുൻഇമായ അള്ളാഹുവിന്റെ നിഅമത്തിനെ സിലാഹൻ, ആയുധമാക്കി, അലാ ഇസ്യാനിഹി, അള്ളാഹുവിനോട് എതിര് ചെയ്യുന്നതിന്റെ മേലുള്ള ആയുധമാക്കി. അവൻ എത്ര മോശം. ഫഅലൽ അബ്ദി, ഒരു അടിമയ്ക്ക് നിർബന്ധമാണ് ഇതൻ അന്നേരത്തെ മിൻ ഫർദി ശുക്രി, ശുക്രിന്റെ ഫർദിനാൽ, ഫി ഹഖീഖത്തി, അതിന്റെ ഹഖീഖത്തിൽ, അൻ യകൂന ലഹു, അവൻ ഉണ്ടാവൽ നിർബന്ധമാണ്, മിൻ തഅലീമില്ലാഹി സുബ്ഹാനഹു, അള്ളാഹുവിനോടുള്ള തഅലീമിനാൽ എന്തുണ്ടാവണം? മാ യഹൂലു ബൈനഹു വ ബൈന മആസിഹി, അവന്റെയും അള്ളാഹിനോട് എതിര് ചെയ്യുന്നതിന്റെയും ഇടയിലുള്ള മറയിടുന്ന ഒരു തഅലീം ഉണ്ടാവണം. അവന്റെയും അള്ളാഹുവിനോടുള്ള എതിരുകളുടെയും ഇടയിൽ മറയിടുന്ന ഒരു തഅലീം ഉണ്ടാവണം. അലാ ഹസ്ബി തദക്കുരി നിഅമിഹി, അവന്റെ നിഅമത്തുകളെ ഓർക്കുന്നതനുസരിച്ച് ആ തഅലീം ഇവന്റെയും പാപത്തിന്റെ ഇടയിൽ മറയായിട്ട് മാറണം. അങ്ങനെ ഫൈദ അത്ത, അവൻ ആ അടിമ കൊണ്ടുവന്നാൽ, ബിദാലിക, ഈ തഅലീമിനെ കൊണ്ടുവന്നാൽ, ഫഖദ് അത്ത, അപ്പോഴവൻ കൊണ്ടുവന്നവനായി, ബിമാ ഹുവൽ അസ്ലു ഫീഹി, ആ ശുക്റിലുള്ള അടിസ്ഥാനത്തിനെ കൊണ്ടുവന്നവനായി. സുമ, പിന്നീട് യുക്കാബിൽ ദാലിക, അതിന്റെ മുക്കാബിലിൽ വരണം, ബി ജദ്ദിൻ ഫി താഅത്ത്, താഅത്തിലുള്ള പരിശ്രമത്തിനെ അതിന്റെ മുമ്പിൽ കൊണ്ടുവരണം. വ ജുഹുദിൻ ഫിൽ ഖിയാമി ബിൽ ഖിദ്മത്തി, ഖിദ്മത്തുമായി നിലകൊള്ളുന്നതിലുള്ള അവന്റെ ആ പരിശ്രമത്തെയും അവൻ കൊണ്ടുവരണം. ഇത് അന്നേരം, കാരണം അത് അത് മിൻ ഹുഖൂഖിൻ നിഅമത്തി, നിഅമത്തിന്റെ ഹക്കുകളിൽപ്പെട്ടതാണ്. നിഅമത്തിന് മനുഷ്യൻ ചെയ്യേണ്ട ഹക്കുകളിൽപ്പെട്ടതാണ്. ഫലാ ബുദ്ദ മിനൽ ഇഹ്തിറാസി അനിൽ മാസിയ, അപ്പൊ അതുകൊണ്ട് പാപങ്ങളെ തൊട്ട് സൂക്ഷിക്കൽ അത്യാവശ്യമാണ്. വബില്ലാഹി തൗഫീഖു, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫൈൻ ഖുൽതൈനി, ഒരാൾ ചോദിച്ചാൽ, നീ ചോദിച്ചാൽ, ഫമാ മൗദിഉ ശുക്രി, നന്ദിയുടെ സ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ, ഫാലം, നീ അറിയണം, അന്ന മൗദിഉ, നിശ്ചയം നന്ദിയുടെ സ്ഥാനം, അന്നിഅമുദ്ദീനിയത്തു വദ്ദുന്യവിയത്തു, ദീനിയും ദുന്യവിയുമായ നിഅമത്തുകളാണ്. അവിടെയാണ് നന്ദി വരേണ്ടത്, അതാണ് സ്ഥാനം. അല അഖ്ദാരിഹിം, അത് രണ്ടിന്റെയും അളവനുസരിച്ച്. വമ ശദായിദു, അപ്പൊ കാഠിന്യതകൾ, വൽ മസായിബ്, മുസീബത്തുകൾ, ഫി ദുന്യാ, ദുന്യാവിൽ, ഫി നഫ്സിൻ, നഫ്സിലോ, ഔ അഹ്ലിൻ, കുടുംബത്തിലോ, ഔ മാലിൻ, സ്വത്തിലോ ഒക്കെ ഉണ്ടാകുന്ന മുസീബത്തുകൾ, അതിന് നന്ദി ചെയ്യണോ? ഫതകല്ലമു, പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, ഫിദാലിക, ഈ വിഷയത്തിൽ, ഹൽ യൽസമുൽ അബ്ദ, ഒരു അടിമയ്ക്ക് നിർബന്ധമാകുമോ, അശുക്രു അലൈഹ, ഈ മുസീബത്തുകൾക്ക് നന്ദി ചെയ്യൽ നിർബന്ധമാകുമോ? മുസീബത്തുകൾ നിഅമത്ത് അല്ലല്ലോ. കാല ബഅദുഹും, പണ്ഡിതന്മാരിൽ ചെല്ലു പറഞ്ഞു, ലാ യൽസമുൽ അബ്ദ,
അശുക്രു അലിഹ, മുസീബത്തുകളുടെ മേൽ നന്ദി ചെയ്യൽ അടിമയ്ക്ക് നിർബന്ധമില്ല. മിൻ ഹൈസ് ഹിയ, മുസീബത്താണെന്നതിൽ, അത് ഞാമത്തല്ല. അപ്പൊ ഇന്നമാ യജിബു ഫിയ, മുസീബത്തിൽ നിർബന്ധമാകുന്ന ആ സബറു, ക്ഷമയാണ്, ശുക്രല്ല എന്ന് ചില പണ്ഡിതന്മാർ. അമ്മ ശുക്ർ, ശുക്ർ പോവാതാലും ഞാമത്തിന്റെ മേൽ ആണ്, വേറൊന്നിന്മേൽ ഞാമത്തിന്റെ മുക്കാബിലിൽ വരുന്നതാണ് ശുക്ർ. ഹാലു, പണ്ഡിതന്മാർ പറഞ്ഞു, വലാ സിദ്ധത്ത, ഒരു കാഠിന്യതയും ഇല്ല, ഇല്ലാ വഫി ജൻബി, അതിന്റെ ജൻബിൽ ഉണ്ടായിട്ടല്ലാതെ ഞാമുള്ള, അള്ളാഹുവിന്റെ അനുഗ്രഹം. ഒരു മനുഷ്യന് എത്ര കാഠിന്യത ഉണ്ടാകുന്നു അതിന്റെ പിന്നിൽ പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം വരും. അത് മനസ്സിലാക്കാനുള്ള താക്കത്തുണ്ടാകലാണ് പ്രധാനപ്പെട്ട കാര്യം. ശുക്രു, അപ്പൊ ശുക്ർ നിർബന്ധമാകും അലാ തിൽക്കൻ ഞാമിൽ മുഖ്തരിനത്തി ബിഹ, അലാ തിൽക്കൻ ഞാമത്തി ഞാമി, ആ ഞാമത്തുകളുടെ മേൽ നന്ദി ചെയ്യൽ നിർബന്ധമാകും. അൽ മുഖ്തരിനത്തി ബിഹ, ഈ ശുദ്ധത്തിനോട് ചേർന്ന് തരുന്ന ആ ഞാമത്തുണ്ടല്ലോ. പിന്നെ ഫൈന്നമഅൽ ഉസ്രി യുസ്ര, ഇന്നമഅൽ ഉസ്രി യുസ്ര എന്ന് പറഞ്ഞില്ലേ, ഉസുറിനോടൊപ്പം ഒരു യുസുർ ഉണ്ടെന്ന്. അപ്പൊ ഉസുർ വരുമ്പം വരാൻ പോകുന്ന യുസുറിന് വേണ്ടി നന്ദി ചെയ്യണം. ദൂര നഫ്സി ശിദ്ധത്തി, വെറും ശിദ്ധത്തിനെ കൂടാത്ത നിലയിൽ, ആ ശിദ്ധത്തിനല്ല പിന്നെ നന്ദി ചെയ്യേണ്ടത്, ശിദ്ധത്തിന്റെ പുറകെ ഞാമത്ത് വരും, അതിനാണ് നന്ദി ചെയ്യേണ്ടത്. തിൽക്കൻ ഞാമു, ആ ഞാമത്തുകൾ, മാ ഖാലഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഈ ശിദ്ധത്തിന്റെ പിന്നിൽ വരുന്ന ഞാമത്ത് എന്താണെന്നുള്ളത്. അദ്ദേഹം എന്താ പറഞ്ഞത്? മബ്തുലീതു ബി ബരിയത്തിൻ, മബ്തുലീതു, എന്നെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല, ബി ബരിയത്തിൻ, ഒരു പരീക്ഷണം കൊണ്ടും, ഇല്ലാ കാന ലില്ലാഹി, അള്ളാഹുവിനുണ്ടായിട്ടല്ലാതെ, അലിയ എന്റെ മേൽ, ഫിയാദിൽ അർബഉ നിഅമിൻ, 4 നിഅമത്തുകൾ അള്ളാഹു തആല എന്റെ മേൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ മുസീബത്തിലും 4 നിഅമത്തുകൾ ചെയ്തിട്ടുണ്ടോ. കാരണം ഇത് ലം തക്കുൻ, അവൻ ആ മുസീബത്ത് ആകാത്ത സ്ഥലത്ത്, ഫി ദീനി, എന്റെ ദീനിൽ മുസീബത്ത് വന്നില്ലല്ലോ, അള്ളാഹു അനുഗ്രഹിച്ചു. വൈദിലം തക്കുൻ, ആ മുസീബത്ത് ആകാത്ത സ്ഥലത്ത്, അഅളമ മിന്ന, ഇതിനേക്കാൾ അഅളമാകാത്ത സ്ഥലത്ത്, ഇതിനേക്കാൾ വലുത് വന്നില്ലല്ലോ. വൈദിലം മുഹറം, ഞാൻ തടയപ്പെടാത്ത സ്ഥലത്ത്, റിദാബിഹ, ഇതുകൊണ്ടുള്ള തൃപ്തിയെ, ഇതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിനെ തടയപ്പെട്ടില്ലല്ലോ, അൽഹംദുലില്ലാ. വഇദ് റജൗതു സവാബ അലിഹ, ഈ മുസീബത്തിന്റെ മേലുള്ള സവാബിനെ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, ഞാൻ അതിനെപ്പറ്റി ആഗ്രഹിക്കുന്നു, എനിക്ക് സവാബ് കിട്ടണം. അപ്പൊ മുസീബത്ത് ഉണ്ടാകുമ്പോഴും അനുഗ്രഹമാണുള്ളത്. വീണ്ടും പറയപ്പെട്ടിരിക്കുന്നു, മിൻ തിൽക്കൻ നാമി, ഈ ഞാമത്തുകളിൽപ്പെട്ടതാണ്, അന്ന തിൽക്ക ശിദ്ധത്ത, ഈ കാഠിന്യമായ ഈ കാഠിന്യതകൾ നീങ്ങി പോകുന്നവളാ, ഗൈറുദായിമത്ത്, നിത്യമാകുന്നവളല്ല. വാന്നാ, നിശ്ചയം ഈ കാഠിന്യതകൾ മിനല്ലാഹി, അള്ളാഹുൽ നിന്നാണല്ലോ. ദൂന ഗൈരിഹി, യജമാനൻ അല്ലാത്തവരെ കൂടാത്ത നിലയിൽ, അള്ളാഹ് അല്ലാത്തവരിൽ നിന്നുണ്ടായതല്ലല്ലോ, അള്ളാഹുൽ നിന്നുണ്ടായതാണ്. അള്ളാഹു നമ്മളെ അറിയുന്നവനാണ്. 70 മാതാക്കളെക്കാൾ കരുണയുള്ളവനാണ് അള്ളാഹു. ആ യജമാനൻ നമ്മളെ സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അറിയുന്ന, നമ്മുടെ മേലെ എല്ലാവിധ സ്വാധീനവും ശക്തിയുമുള്ള രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. വൈൻകാനത്ത്, ആ മുസീബത്താണെങ്കിലും മഖ്ലൂക്കിന്റെ സബബി കൊണ്ടാണെങ്കിലും, മഖ്ലൂക്കിലൂടെയാണ് മുസീബത്ത് വന്നതെങ്കിലും യഥാർത്ഥത്തിൽ വന്ന എവിടെ നിന്നാണ്? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. നിശ്ചയമായും അത് ലക്ക, നിനക്ക് അനുകൂലമാണ്, അലൈഹി, ആ മഖ്ലൂക്കിനെതിരെ, ലാ ലഹു, അവൻ അനുകൂലമല്ല, അലൈക, നിനക്കെതിരെ അവൻ അനുകൂലമല്ല ആണെന്നാ നീ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, മറിച്ച് അവനെതിരെ നിനക്ക് അനുകൂലമാണ് ആ മുസീബത്ത്. അപ്പൊ ഇതിന് അന്നേരത്ത് യൽസമുൽ ആബിദ, അടിമയ്ക്ക് നിർബന്ധമാകും, അശുക്രു, നന്ദി ചെയ്യൽ അടിമയ്ക്ക് നിർബന്ധമാകും, അലൻ നാമിൽ മുഖ്തരിനത്തി ബിശിദ്ദത്തി, കാഠിന്യതയോട് ചേർന്ന് വരുന്ന ഞാമത്തുകളുടെ മേൽ അള്ളാഹു നന്ദി ചെയ്യൽ അടിമയ്ക്ക് നിർബന്ധമാണ്. കാല ആഖറുന, വേറെ ചില പണ്ഡിതന്മാർ പറയുന്നു, അത് അൽ ഔല ശൈഖിനാ റഹിമഹുല്ലാഹ്, നമ്മുടെ ശൈഖിന്റെ അടുക്കൽ ഏറ്റവും ഔല ഈ പറയാൻ പോകുന്നതാണ്. ഇന്ന ശദായിദ ദുന്യാവിന്റെ കാഠിന്യതകൾ, മിമ്മ, ഒന്നിൽപ്പെട്ടതാണ്, യൽസമുൽ അബ്ദ, ഒരു അടിമയ്ക്ക് നിർബന്ധമാകും, ശുക്രു അലിഹ, ആ കാഠിന്യതകളുടെ മേൽ നന്ദി ചെയ്യൽ അടിമയ്ക്ക് നിർബന്ധമാകും. അങ്ങനെയുള്ളതാണ് ദുന്യാവിന്റെ കാഠിന്യത. കാരണം അന്ന തിൽക്ക ശദായിദ, ആ കാഠിന്യതകൾ, നിഅമുൻ, അത് നിഅമത്തുകൾ, ബിൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ അത് നിഅമത്തുകളാണ്.
അതെങ്ങനെയാണ് ഹക്കീക്കത്ത് ആ കാഠിന്യതകൾ യഥാർത്ഥത്തിൽ നിഅമത്താകുന്നത് ദലീലി അന്നഹ അവകൾ തുഅരിദുൽ അബ്ദ അടിമയ്ക്ക് അവകൾ വെളിവാക്കും ലിമനാഫിഅ അദീമത്ത് ഉന്നതമായ നഫ്അകളെ വെളിവാക്കും മസൂബാത്തിൻ പ്രതിഫലങ്ങളെയും വെളിവാക്കും ജസീലത്തായ പ്രതിഫലങ്ങളെ വാഅ്വാദിൻ കരീമത്ത് മഹത്വമായ പകരങ്ങൾ കിട്ടും ഫിൽ ആഖിബത്തി ആഖിറത്തിൽ യതലാശാഫി ജൻബിഹ അതിൻ്റെ ഭാഗത്ത് തേഞ്ഞു മാഞ്ഞു പോകും മശക്കത്തു ഹാദിഹി സദാഇരി കാഠിന്യതകളുടെ മശക്കത്ത് ആ കിട്ടുന്ന നിഅമത്തിന്റെ മുമ്പിൽ തേഞ്ഞു മാഞ്ഞു പോകും ആ പ്രതിഫലം കിട്ടുമ്പോൾ. ഇനിയും കുറെ കൂടെ മുസീബത്ത് ഉണ്ടായിരുന്നു എത്ര ആഗ്രഹം എത്ര നന്നായിരുന്നു എന്ന് അവൻ ആഗ്രഹിക്കും. വയ്യത്തു നിഅമത്തിന് ഏത് നിഅമത്താണ് തക്കൂനതാകുന്നത് അക്ബറ വലുതാവുന്ന മിൻ ഹാദിഹി ഇതിനേക്കാൾ. മുസീബത്തിന് മൊത്തം പ്രതിഫലം അല്ലാഹ് നൽകുകയല്ലേ, പിന്നെന്ത് അതിനേക്കാൾ വലിയ നിഅമത്ത് എന്താണ്? അപ്പൊ മിസാല് താരിക്ക് ഇതിന് ഉദാഹരണം മൻ ഒരാള് യസ്കീക നിന്നൊക്കെ അവൻ കുടിപ്പിക്കുന്നു ദവാൻ കരിയൻ വെറുക്കപ്പെട്ട മരുന്ന് മുറൻ കയ്പുള്ള മരുന്ന് ദാഇൻ ശരീരം കഠിനമായ ഒരു രോഗത്തിന് വേണ്ടിയാണ് നിനക്ക് ആ കയ്പുള്ള മരുന്ന് കുടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ യഫ്സിദുക നിന്നെ അവൻ കൊമ്പ് വെപ്പിക്കുന്നു രക്തം കുത്തിയെടുക്കുന്നു. ഔ യഹജുമുക അല്ലെങ്കിൽ ഹജാമ ചെയ്യിപ്പിക്കുന്നു ഇല്ലത്തിൻ അലീമത്തിൻ മഖൂഫത്തിൽ ഖത്തരി അപകടം ഭയക്കപ്പെടുന്ന കടുത്ത ഒരു രോഗത്തിന് ഇതെല്ലാം വേദന ഉണ്ടാകുന്ന ശിക്ഷകളൊക്കെ നൽകുന്നു. അത് മുസീബത്തല്ല. ഫയു അദ്ദി ദാലിക അത് കൊണ്ടെത്തിക്കും ഇലാ സിഹത്തിൻ നഫ്സി നഫ്സിന്റെ സിഹത്തിലേക്ക് സലാമത്തിൽ ബദനി ശരീരത്തിന്റെ രക്ഷയിലേക്കും സോഫത്തിൽ ആയിഷി ശുദ്ധമായ ജീവിതത്തിലേക്കും കൊണ്ടെത്തിക്കും. അപ്പൊ ഫയക്കൂന് ഈലാമുഹു അവൻ വേദനിപ്പിച്ചതാകും ഈയാക്ക നിന്നെ ബിമറാറത്തിൽ ദവായി മരുന്നിന്റെ കയ്പ് കൊണ്ട് നിന്നെ അവൻ വേദനിപ്പിച്ചില്ലേ അതാകും. അല്ലെങ്കിൽ ജിറാഹത്തിൽ ഫസ്ദി രക്തം കുത്തിയെടുത്തതിന്റെ ആ മുറിവ് കൊണ്ട് നിന്നെ അവൻ വേദനിപ്പിച്ചില്ലേ. ബിൽ ഹജാമത്ത് കൊണ്ടും അതാകും നിഅമത്തുൻ ബാലിഗത്തുൻ ബിൽ ഹഖ് യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ നിഅമത്താണത്. മിന്നത്തുൻ ലാഹിറത്തുൻ പ്രകടമായ അനുഗ്രഹമാണ്. ബൈങ്കാന ഫി സൂറത്തിഹി അതാണെങ്കിലും ശരി അതിന്റെ കോലത്തിൽ മക്രൂഹൻ വെറുക്കപ്പെട്ടതാണെങ്കിലും ശരി യൻഫുറു അൻഹു തബ പ്രകൃതി അതിനെ തൊട്ട് വരണ്ടു മാറും. അങ്ങനെയാണെങ്കിലും അത് യഥാർത്ഥത്തിൽ നിഅമത്താണ്. തസ്തൗഹിഷു മിൻഹു നഫ്സു നഫ്സ് അതിനോട് ഒരു സൈസ് അലർജി കാണിക്കും. നീ തഹ്മദു നീ സ്തുതിക്കും അല്ലദീ ഒരാളെ തവല്ല മിൻക ഹാദ അവൻ നിന്നിൽ നിന്നും ഇതിനെ ഏറ്റെടുത്തു. അഥവാ ഏതൊരു നിനക്ക് ഇഷ്ടപ്പെടാത്ത മരുന്നും കുത്തിവെപ്പൊക്കെയാണോ നടത്തിയത് അവനെ നീ പിന്നീട് സ്തുതിക്കും. ബൽ എന്നല്ല തുഹ്സിനു അയാൾക്ക് നീ നന്മ ചെയ്യും. ബിമാ അംഗനക്ക നിനക്ക് സാധ്യമാകുന്ന രീതിയിൽ നീ അയാൾക്ക് എന്ത് ചെയ്യും? നന്മ ചെയ്യും. ഇപ്പൊ കദാലികടാ ഇപ്രകാരമാണ് ഹുക്കുമു ഹാദിഹി ശദാഇദി ഈ കാഠിന്യതകളുടെ എല്ലാം ഹുക്കുമും അപ്രകാരം തന്നെയാണ്. യജമാനനായ അള്ളാഹു നമ്മളെ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നന്ദിയുള്ളവരായ യജമാനൻ നമ്മളെ ജീവിപ്പിക്കട്ടെ. മുഅ്മിനായി ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അമാ തറ നീ കാണുന്നില്ലേ അന്നൻ നബി അലൈഹിസ്സലാം കൈഫ എങ്ങനെയാണ് ഹമിദല്ലാഹ് അവിടുന്ന് അള്ളാഹുവിനെ സ്തുതിച്ചത്. വ ശക്കറഹു അവിടുന്ന് അള്ളാഹുവിന് നന്ദി ചെയ്താൽ ശദാഇദി കശുക്രി അവിടുന്ന് നന്ദി ചെയ്തത് പോലെ അലൽ മസാരി സന്തോഷകാര്യങ്ങളുടെ മേൽ ഹൈസുക്കാൽ അവിടുന്ന് അരളി അൽഹംദുലില്ലാഹി അലാ മാ സാഅ വസറ അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാണ്. അലാമാ സാഅ അവൻ ചെയ്ത പിന്നെ മസീആത്ത് ബുദ്ധിമുട്ടിന്റെ മേൽ വസറ അവൻ സന്തോഷിപ്പിച്ചതിന്റെ മേലും അവൻ ഇസാഅത്ത് ചെയ്തതിന്റെ മേലും സുറൂർ ഉണ്ടാക്കിയതിന്റെ പേരിലും അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അമാ തറ നീ കാണുന്നില്ലേടാ കൈഫ യഖൂലു ജല്ല ജലാലു യജമാനൻ എന്താണ് പറയുന്നതെന്ന്. ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅലുല്ലാഹു ഫീഹി ഖൈറൻ കസീറാ നിങ്ങൾ ഒരു വസ്തുവിനെ വെറുക്കാനും മതി വെറുക്കാൻ അടുത്തിരിക്കുന്നു. ഏതവസ്ഥയിൽ വയജഅലുല്ലാഹു ഫീഹി അള്ളാഹു അതിൽ വെച്ചിരിക്കുന്നു ഖൈറൻ കസീറ. ഒരു കാര്യം സമ്മാഹുല്ലാഹു അള്ളാഹു താല അതിന് പേര് വെച്ചു ഖൈറൻ ഖൈറെന്ന്. അത് അക്സറു മിമ്മ യബ്ലുഹു വഹമുക അത് അക്സറാണ് മിമ്മ ഒന്നിനേക്കാൾ അതിലേക്ക് എത്തും നിന്റെ ഊഹം എത്തുന്നതിനേക്കാൾ ഖൈറാണ്. എന്താണ് അക്സറാണ്. അള്ളാഹു ഖൈറ എന്ന് പറഞ്ഞ കാര്യം അള്ളാഹ് എന്തിനെ പറ്റിയാ പറഞ്ഞേ? നിങ്ങൾക്ക് വെറുക്കുന്ന കാര്യങ്ങൾ അള്ളാഹ് ഖൈർ വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ. അതാണ് ഏറ്റവും വലിയ ഖൈർ. മാത്രമല്ല അതിൽ റിയാവു ജുബൊന്നും ഉണ്ടാകത്തുമില്ല. അൽഹംദുലില്ലാഹ് അവിടെ നിർത്താം.